നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വീടിന്റെ ചവിട്ടുപടിയിലിരുന്ന് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കെ പാമ്പിന്റെ കടിയേറ്റ് യുവതി മരിച്ചു. മാടായിക്കോണം ചെറാക്കുളം വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ ഹെന്നയാണ് മരിച്ചത്. ഭാരതപ്പുഴ ഇരുകരകളും കവിഞ്ഞൊഴുകുവാൻ തുടങ്ങി. കാലവർഷം കനത്തതോടെയാണ് ഭാരതപ്പുഴയുടെ ഇരുകരകളും മുട്ടി വെള്ളമൊഴുകാൻ തുടങ്ങിയത്. മാളയിൽ യുവാവിനെ ആക്രമിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തുരുത്ത് സ്വദേശി ഷാജുവിനെയാണ് പൊയ്യ സ്വദേശി ബിനീഷ് ആക്രമിച്ചത്. വാർത്തകൾ വിശദമായി. വീടിന്റെ ചവിട്ടുപടിയിലിരുന്ന് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കെ ചവിട്ടുപടിയിൽ കിടന്നിരുന്ന പാമ്പിന്റെ കടിയേറ്റ് യുവതി മരിച്ചു. മാടായിക്കോണം ചെറാക്കുളം വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ 28 വയസ്സുള്ള ഹെന്നയാണ് മരിച്ചത്. ഉടൻ തന്നെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു. ചികിത്സയ്ക്കിടെ പുലർച്ചെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ഭാരതപ്പുഴ ഇരുകരകളും കവിഞ്ഞൊഴുകുവാൻ തുടങ്ങി. കാലവർഷം കനത്തതോടെയാണ് ഭാരതപ്പുഴയുടെ ഇരുകരകളും മുട്ടി വെള്ളമൊഴുകാൻ തുടങ്ങിയത്. ഭാരതപ്പുഴയിലെ തടയണകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. കൊച്ചിൻ പാലത്തിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ചെറുതുരുത്തി ഭാരതപ്പുഴയിലെ തടയണയുടെ ഷട്ടറുകൾ തുറക്കണമെന്ന ആവശ്യം ശക്തമാണ്. തടയണ പൂർണ്ണമായും മണൽ വന്ന് നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം മണൽ വാരാൻ ഉത്തരവായെങ്കിലും ഭാരതപ്പുഴയിലെ ഒഴുക്ക് വർദ്ധിച്ചതോടെ മണലെടുപ്പ് ആശങ്കയിലാണ്. പഴയ കൊച്ചിൻ പാലം പുഴയിലേക്ക് കൂപ്പുകുത്തി നിൽക്കുന്ന അവസ്ഥയിലാണുള്ളത്. എപ്പോൾ വേണമെങ്കിലും ഒഴുകിപ്പോയേക്കാം. 2 പ്രളയങ്ങളെ അതിജീവിച്ച പഴയ കൊച്ചിൻ പാലം സർക്കാർ പൊളിച്ചു നീക്കാൻ ഉത്തരവായെങ്കിലും പുഴയിൽ വെള്ളം നിറഞ്ഞതോടെ ഇതും തടസ്സപ്പെട്ടു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഭാരതപ്പുഴയുടെ ഒഴുക്ക് വർദ്ധിക്കുകയും മണിക്കൂറുകൾക്കകം ഇരുകരകളും നിറഞ്ഞു കവിഞ്ഞൊഴുകാനും തുടങ്ങിയത്. ഭാരതപ്പുഴയുടെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു. നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. മീഡിയ ടൈം തൃശൂർ കുന്നംകുളം മേഖലയിൽ കനത്ത കാറ്റിൽ മരം വീണു. നഗരസഭാ ഓഫീസിനോട് ചേർന്ന വൺവേ വഴിയിലാണ് മരം വീണത്. ഇലക്ട്രിക് കമ്പികൾ ഉൾപ്പെടെ പൊട്ടുകയും വൈദ്യുതി വിതരണം താറുമാറാവുകയും ചെയ്തു. മരം വെട്ടിമാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. മാളയിൽ യുവാവിനെ ആക്രമിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തുരുത്ത് സ്വദേശി ഷാജുവിനെയാണ് പൊയ്യ സ്വദേശി ബിനീഷ് ആക്രമിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാൾ അടിപിടി കേസിൽ ഉൾപ്പെടെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. ITI ട്രെയിനുകൾക്കായി നടത്തുന്ന സ്പെക്ട്രം ജോബ് ഫെയർ 2025 തൃശൂർ ജില്ലാ തൊഴിൽമേള ചാലക്കുടി ഗവൺമെന്റ് ITIയിൽ നടന്നു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി ITI പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയായിരുന്നു നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു തൊഴിൽ ലഭിക്കണം എന്നുള്ള ഒരു വലിയ ജീവിത ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് മറ്റ് വിദ്യാഭ്യാസ മേഖലകളേക്കാൾ ഉപരി ഒരു ITI പഠിക്കണമെന്നൊരു ആഗ്രഹം ഏതൊരു വിദ്യാർത്ഥികളുണ്ടാകുന്നത്. കാരണം പ്രധാനമായ ലക്ഷ്യം ഒരു പക്ഷേ എല്ലാവർക്കും ഏറ്റവും വേഗത്തിൽ അവർ പഠിച്ച ആ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു തൊഴിൽ ലഭിക്കാമെന്നത് തന്നെയായിരിക്കും. വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് CS സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. ചാലക്കുടി ITI പ്രിൻസിപ്പൽ സൗജ MA, വൈസ് പ്രിൻസിപ്പൽ രാജേഷ് V ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ITIകളിലെ പ്രിൻസിപ്പൽമാർ, ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CPI 25ാം പാർട്ടി കോൺഗ്രസിന്റെ മാള നോർത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും VK രാജൻ അനുസ്മരണവും നടന്നു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. ഓഫീസ് ഉദ്ഘാടനത്തോടൊപ്പം തന്നെ സഖാവ് രാജേട്ടൻ്റെ ചെറിയ അനുസ്മരണം നടത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മാളയിലും കൊടുങ്ങല്ലൂരിലും ജില്ലയിൽ തന്നെ എല്ലാ ബ്രാഞ്ചുകളുടെ അടിസ്ഥാനത്തിൽ രാജേട്ടൻ്റെ പടം വെച്ച് പുഷ്പാർച്ചന നടത്തി പതാക ഉയർത്തണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ജില്ലയിലെ 100 കണക്കിന് ബ്രാഞ്ചുകളിൽ സഖാവ് രാജേട്ടനെ ഇന്ന് ആദരിക്കുകയാണ്. രാജേട്ടനെ സംബന്ധിച്ച് നിങ്ങളോട് പറയണ്ട. കാരണം ഒരു ആധാരം എഴുത്ത് തൊഴിലാളിയായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി, കൊടുങ്ങല്ലൂരിലെ പാർട്ടി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും പിന്നീട് പാർട്ടി ജില്ലാ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച സഖാവാണ് VK രാജൻ. MK ബാബു അധ്യക്ഷത വഹിച്ചു. MR അപ്പുക്കുട്ടൻ, KV ഡേവിസ്, MK ഡേവിസ്, ബഷീർ തെക്കേത്ത്, ബിന്ദു ബാബു, VM വത്സൻ, ജോർജ് നെല്ലിശ്ശേരി, ബൈജു മണത്തറ, ബാബു ഉരുണ്ടോളിൽ, VM ചന്ദ്രബോസ്, VM വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. വീടിന്റെ ചവിട്ടുപടിയിലിരുന്ന് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കെ പാമ്പിന്റെ കടിയേറ്റ് യുവതി മരിച്ചു. മാടായിക്കോണം ചെറാക്കുളം വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ ഹെന്നയാണ് മരിച്ചത്. ഭാരതപ്പുഴ ഇരുകരകളും കവിഞ്ഞൊഴുകുവാൻ തുടങ്ങി. കാലവർഷം കനത്തതോടെയാണ് ഭാരതപ്പുഴയുടെ ഇരുകരകളും മുട്ടി വെള്ളമൊഴുകാൻ തുടങ്ങിയത്. മാളയിൽ യുവാവിനെ ആക്രമിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തുരുത്ത് സ്വദേശി ഷാജുവിനെയാണ് പൊയ്യ സ്വദേശി ബിനീഷ് ആക്രമിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.